ശബരിമലയിൽ സ്വർണം പൊതിയാൻ വിജയ് മല്യയ്ക്ക് വേണ്ടി അതിന് മേൽനോട്ടമുഖ വഹിച്ച സെന്തിൽനാഥൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ തത്സമയം. ശ്രീ സെന്തിൽനാഥൻ, ഒരിക്കൽ കൂടി താങ്കളുമായി സംസാരിക്കേണ്ടി വരുന്നത് ഇന്ന് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീ മുരാരി ബാബു ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ചില വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ മാത്രമാണ് സ്വർണ്ണപ്പാളികൾ ഉള്ളത്. അതിലെ ദ്വാരപാലക ശില്പത്തിലൊക്കെ സ്വർണം പൂശിയിട്ടേ ഉള്ളൂ. അത് ചെമ്പ് തെളിഞ്ഞപ്പോഴാണ് വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ രണ്ട് ദ്വാരപാലക ശില്പത്തിലുമായി 2.5 കിലോ അങ്ങനെ 5 കിലോ സ്വർണം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. പക്ഷേ അത് ദേവസ്വം ബോർഡിലെ ആ സമയത്ത് ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരാണല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമലയിലെ, അദ്ദേഹം അത് സമ്മതിക്കുന്നില്ലല്ലോ. ഓക്കെ, ഒരു ഫസ്റ്റ് ക്ലാരിഫിക്കേഷൻ, ഞാൻ മേൽനോട്ടം വഹിച്ച ആളല്ല. ബട്ട് ഞാൻ അവിടെ ചോർച്ച തീർക്കാൻ പോയ സാഹചര്യത്തിൽ എന്നോട് റിക്വസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടുത്തെ കോൺട്രാക്ടർ ആ സമയത്ത് പറഞ്ഞ വിവരങ്ങളും പ്ലസ് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് റഫ്ലി ഇത്രയും കാണണം എന്നുള്ളത്. ഭാഗ്യവശാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഇപ്പോൾ 1.5 കിലോ ഉണ്ടെന്നുള്ളൊരു സമ്മതം അവർ വഴി വന്നിട്ടുണ്ട്. അത് ഒരു വശം നിൽക്കട്ടെ. രണ്ടാമത്തെ വശം വന്നിട്ട് ഞാൻ അന്ന് റിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും സാക്ഷ്യമായിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൽ വന്നിട്ട് വളരെ വ്യക്തമാണ് മറ്റേ ദ്വാരപാലയിൽ 2 ചരിത്രങ്ങൾ ചുറ്റും മേൽക്കൂര ഇതെല്ലാം പൂശിയായിട്ട് അതിൽ നിന്ന് വളരെ എവിഡൻസാണ്. അപ്പം കണ്ട സാധനം ഞാൻ ഇല്ല എന്ന് പറയാൻ സത്യത്തിൽ ഭഗവാന്റെ സാക്ഷ്യം നിർത്തി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ദാറ്റ് ഈസ് നമ്പർ 2. നമ്പർ 3 വന്നിട്ട് കാലക്രമേ, അതായത് 2018 പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറി. കംപ്ലീറ്റ് ചെമ്പായിട്ട് മാറാനും സാഹചര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 100% മാറാൻ സാധ്യതകളില്ല. കൈ തൊടുന്ന വശത്ത് പോകാൻ സാധ്യതകൾ ഉണ്ട്. അത് ഞാൻ റോൾ ഔട്ട് ചെയ്യുന്നില്ല. ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സിൽ ചെയ്യുന്ന വന്നിട്ട് ക്ലിയർ കോട്ടിംഗ് കൊടുക്കുന്നതാണ്. ഇവിടെ അമാൽഗമേഷൻ പ്രോസസ്സിൽ വന്നിട്ട് നമ്മൾ ക്ലിയർ കോട്ടിംഗ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര മൈക്രോൺസ്, മാക്സിമം 20 മൈക്രോൺസ് കയറ്റി കഴിഞ്ഞാലും ഒരു കാലയളവിൽ ഈ പറഞ്ഞ പോലെ 20 ഇയേഴ്സിലൊക്കെ ആ തൊട്ടുന്ന സ്ഥലത്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റയർ തിങ് പോയി എന്ന് പറയുന്ന വാദം സത്യത്തിൽ അതൊരു നിരക്കാത്തൊരു വാദമാണ്. ഒന്ന്, പിന്നെ ഈ പറയുന്ന പോലെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ SIT ഇൻ്റർവെൻഷൻ ഉണ്ട്. പിന്നെ അവർ തന്നെ മെയിൽ കണ്ടെത്തിയിട്ടുണ്ട് 1.5 കിലോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഈ പോറ്റി ബാക്കി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ടു അറ്റ് സർട്ടൻ എക്സ്റ്റൻസ് അഡ്മിഷനിലേക്ക് വരികയാണ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ക്വാണ്ടിറ്റി എത്രയെന്നുള്ളതിനേക്കാളും സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതും ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് തന്നെ ഇറ്റ് ഹസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. പ്ലസ് ഈ പറഞ്ഞ പോലെ SITക്ക് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലൈക്ക് ദിസ് ഈ ഡിസ്കഷൻസിലൂടെ കൂടുതൽ ലൈറ്റ് ത്രോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഭക്തനായിട്ടുമുണ്ട്. ഈ പറയുന്നത് പോലെ എക്സ്പെർട്ടൈസേഷൻ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റോള് ഏത് തരത്തിലായിരിക്കും നമുക്കിത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതിലേക്കുള്ള ഒരു 80% to 90% നോളജെങ്കിലും എനിക്ക് കൊടുക്കാം. മേ ബി 100% ഐ മേ നോട്ട് ബി കറക്റ്റ് ഇൻ ദാറ്റ്. പക്ഷേ എന്നാലും ഒരു 80% നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് 100% ഷുവറാണ് നമുക്ക്. സോ ദാറ്റ് ബൈ വിച്ച് ദേ ക്യാൻ അഡ്വാൻസ് ദിയർ ഇൻവെസ്റ്റിഗേഷൻ ഡെഫിനറ്റാണ്. അപ്പോൾ ഭഗവാൻ കാണിച്ചു തന്ന ഒരു വഴിയാണ്. ഇപ്പം ഒരു വിധത്തിൽ പറഞ്ഞ ആ മെയിൽ തന്നെ ഇറ്റ് മേ ലീഡ് ടു എ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻ ഓൾസോ. ലെറ്റ് us pray for the best. ഭക്തന്മാരുടെ മനസ്സ് വ്രണപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യവും അവിടെ സംഭവിക്കില്ല എന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.